ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അൽ-ഇസ്തിഖാലു ബിഗുയൂബി അൻഫുസിഹിം അൻ ഗുയൂബിൻ നാസി. ജനങ്ങളുടെ ന്യൂനത ഒന്നും കാണൂല, അതൊക്കെ ഒഴിവാക്കിയിടും. സ്വന്തം ശരീരത്തിന്റെ ന്യൂനത കൊണ്ട് ജോലിയാകും. എന്റെ ശരീരത്തിന് എന്തെല്ലാം ന്യൂനതകളുണ്ട്, ഞാൻ ആരാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടും. മറ്റുള്ളവരുടെ ന്യൂനത ഒന്നും കാണാൻ ഒരു പോകൂല. നമ്മളെ മാരിയല്ല, നമ്മൾ സ്വന്തം ശരീരത്തിന്റെ അഴിബത്തിനൊക്കെ മറിച്ച് മറ്റുള്ളവരുടെ കുറ്റം കുറവ് നോക്കണ പണി നമ്മക്ക്. ഇത് മഹാന്മാർക്കില്ല. ഓർക്ക് തെളിവുണ്ടതിന്. അമലം ബി ഖൗലിഹി തആല വഫി അൻഫുസികും ഫലാ തുബ്സിറൂന ദാരിയത്ത് സൂറത്തിലുണ്ട്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കാണുന്നില്ലേ എന്നർത്ഥം. അവങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം ന്യൂനതയുണ്ട് അത് നിങ്ങൾ നോക്കുന്നില്ലേ എന്നല്ല ആശയം. അവിടെ പിടിച്ചിട്ടാണ് ഓല് ഇങ്ങനെ ചിന്തിച്ചത്. മറ്റുള്ളവരുടെ ന്യൂനതകൾ കാണാൻ അവർ പോകുന്നില്ല. ആയത്തിന് ഹദീസുണ്ട്. അമലം ബി ഹദീസി തൂബാ ലിമൻ ശഅലഹു അയ്യുഹു അൻ ഉയൂബിൻ നാസി എന്ന, ജനങ്ങളുടെ ന്യൂനതകളെയും അയ്ബത്തരത്തുകളെയും തൊട്ട് അവന്റെ സ്വന്തം അഴിവ്, ആ അയ്ബ് അവരെ ജോലിയാക്കിയെങ്കിൽ അവനാണ് സർവ്വവിധ മംഗളങ്ങളും എന്നീ ഹദീസ്. ഇത് രണ്ടുകൊണ്ടും അമൽ ചെയ്തത് കൊണ്ടാണ് ഓൽ അതിലേക്ക് വരാത്തത്. ഓൽ ഇത് പിടിച്ചുകൊണ്ട് സ്വന്തം ന്യൂനത മാത്രം കണ്ടെത്തുകയാണ്. മറ്റുള്ളവരുടെ ന്യൂനത എന്ത് അയ്ബന്ത് നൂല് നോക്കുന്നില്ല. വായതൻ വീണ്ടും പറയട്ടെ, ഫൈനൽ മുത്തലിയാല ഒയൂബിൻ നാസി, ജനങ്ങളുടെ ന്യൂനതകളും മോശത്തരങ്ങളുടെയും മേൽ വെളിപ്പെട്ട് നടക്കുന്നവൻ, അത് പറഞ്ഞു നടക്കുന്ന, അത് കാണുന്നവൻ, മഅദൂദും മിൻ ജുംലത്തി ശയാത്തീനി, പിശാചിയുടെ കൂട്ടത്തിൽ പോലെ എണ്ണേണ്ടതുണ്ട്. പിശാചിന്റെ പോലെ അങ്ങനെ തന്നെയല്ലേ, പിശാച് സ്വയം പഴച്ചവനാ, അതുകൊണ്ട് ചിന്തിക്കണില്ല. ഇവിടെ മറ്റുള്ളവരെ നാശമാക്കാം. അതേപോലെയല്ലേ ഇവൻ ചെയ്യണത്. ഇവന്റെ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ള ജനങ്ങളെല്ലാവരും ഒരു ദിവസം കണ്ടെത്തുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞതിനർത്ഥം അല്ലാഹു തആലയുടെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടവരാണ് അവൻ. വാഹിലുള്ളാഹി, അല്ലാഹു തആലയുടെ അഖിലുകാർ, ലാ യർളൗന ലിനുഫൂസിഹിം, അവരുടെ ശരീരങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്നില്ല. അയ്യക്കൂനു കദാലിക, ആ ജനങ്ങൾ ന്യൂനതയായതുപോലെ ഐബത്രമുള്ളതുണ്ടായതുപോലെ അവരും ആവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണ്. വഖദ് കാന സയ്യിദുൽ ഖവി റഹ്മഹുല്ലാഹു തആല, മഹാനവറുകൾ യഖൂലു പറയുന്നു, ഫറഅയ്തു ഫീ ബഅദിൽ കുതുബിൽ ഇലാഹിയ, റബ്ബുൽ ഇസ്സത്തിന്റെ ചില ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചു. അതിൽ കണ്ടത് ഇങ്ങനെയാണ്, യബ്ന ആദമ, ഏ മനുഷ്യപുത്ര, ജഅൽതു ലക മിഖ്ലാതൈനി, ഒരു 2 കീസ, 2 സഞ്ചി നിനക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മിഖ്ലാത്ത അമാമിക്ക, നിന്റെ മുൻഭാഗത്താണ്, അമാമക്ക നിന്റെ മുൻഭാഗത്താണ് ഒരു സഞ്ചി. വ മിഖ്ലാത്ത ഖൽഫക, രണ്ടാമത്തെ സഞ്ചി നിന്റെ പിറകിലാണ്. ഫൽ മിഖ്ലാത്തുല്ലത്തി ഖൽഫക ഫിഹാ ഉയൂബുക, നിന്റെ പിറകിലുള്ള സഞ്ചി, ആ സഞ്ചിയിലുള്ളതും ആ കീസയിലുള്ളതും നിന്റെ ന്യൂനതകളാണ്. വൽ മിഖ്ലാത്തുല്ലത്തി അമാമക ഫിഹാ ഉയൂബുൻ നാസി, നിന്റെ മുന്നിൽ കാണുന്ന സഞ്ചിയാണെങ്കിലോ അതിൽ ജനങ്ങളുടെ ന്യൂനതയുള്ളത്. ഇത് ആലോചിച്ചു, ഈ 2 സഞ്ചിയുണ്ട്. അപ്പൊ പലോ നളർത്ത ഇരല്ലത്തി ഖൽഫക, നിന്റെ പിറകിലുള്ള ആ വേക്കിലുള്ള സഞ്ചിയിലേക്ക് നോക്കുകയാണെങ്കിൽ ലസഅലതുക അനില്ലത്തി അമാമക, നിന്റെ മുന്നിലുള്ള ജനങ്ങളുടെ ന്യൂനതകളെ തൊട്ട് ആ വേക്കിലുള്ള ന്യൂനതകൾ നിന്നെ ജോലിയാക്കും. അതെന്നെ ചിന്തിച്ചാൽ മതിയും. അപ്പൊ സ്വയം ചിന്തിക്കുക, സ്വയം ന്യൂനത കണ്ടെത്തുക, മറ്റുള്ളവർക്ക് കാണാൻ പോണ്ടാണ്. റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, എന്തു പറയുന്നു, യതയഖറു അഹദുക്കും ഉയൂബ നഫ്സി, നിങ്ങൾ ആരെങ്കിലും ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിന്റെ ന്യൂനത ഉറപ്പിക്കുന്നു. വമൻ ദാലിക യുഹിബ്ബുക, അങ്ങനെ ഉറപ്പിക്കുന്നുവെങ്കിൽ അത് ഉറപ്പിക്കുകയും എന്നിട്ട് വമൻ ദാലിക യുഹിബ്ബുക, എന്നിട്ട് ആ ന്യൂനത അവൻ ഇഷ്ടപ്പെടുന്നു. അഖാഹൽ മുസ്ലിമ അൽ ലന്നി, ഒരു ധാരണ വെച്ചിട്ട് മുസ്ലിം സഹോദരനെ കോപിക്കുന്നു. ഓന്റെ ശരീരത്തിൽ അയ്ബുണ്ടെന്ന് ഉറപ്പാണ്, എന്നിട്ട് ഓനത് ഇഷ്ടപ്പെടാം. മറ്റു മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പില്ല, ധാരണയുള്ളൂ. അതിന്റെ മേലിൽ ദേഷ്യം വെക്കുക. അപ്പൊ അതിനെ ചിന്തിച്ചു നോക്കുക, എവിടെ ബുദ്ധി കിടക്കണത്. ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കിയത് അർത്ഥം. അപ്പൊ സ്വയം മനസ്സിലാക്കി ജീവിക്കാം. അപ്പൊ കാന ബിക്ർ ബിൻ അബ്ദുല്ലാ അൽ മുസിനി റഹ്മഹുല്ലാഹു തആല, മഹാനവറുകൾ യഖൂലു, അഭിപ്രായപ്പെട്ടത് പറയുന്നു, ഇദാ റഅയ്തുമുർ റജുല
ഒരാളെ നിങ്ങൾ കണ്ടാൽ മുഅക്കലം ഒയ്യൂബിന്നാസി ജനങ്ങളുടെ ന്യൂനത കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ ഒരാളെ കണ്ടാൽ ഫഅലമു നിങ്ങൾ മനസ്സിലാക്കിക്കോളി അന്നഹു അദുവല്ലാഹ് അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ്. അന്നല്ലാഹ് അത് മക്കറബി നിശ്ചയമായിട്ടും അള്ളാഹു അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇതാണ് മഹാന്റെ അഭിപ്രായം. വകാന ബിസ്റുൽ ഹാഫി റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു അജബൻ ലിന്നാസ് യഖഉദു ബി ഇർലി അഖീഹി വ ഗായിബൻ അസാന്നിധ്യത്തിലുള്ള തന്റെ സഹോദരൻ ആ സഹോദരന്റെ അഭിമാനം പിച്ചു ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ ജനങ്ങൾ അങ്ങനെ സംഭവിക്കുകയാണ്, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യം ഓർത്തുകൊണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് മഹാൻ പറഞ്ഞു. ഇതാ ഹലറ അങ്ങനെ അസാന്നിധ്യത്തിൽ കുറ്റം പറഞ്ഞ ഒരു മനുഷ്യൻ ആ വ്യക്തി തിരിച്ചു വന്നാൽ അൽഹറ മഹബത്തു അയാളോട് വലിയ സ്നേഹം കാണിക്കും. സാറയില മദ്ഹിഹി ആ മനുഷ്യനോട് മദ്ഹ് ചെയ്യുന്നതിലേക്ക് ഉള്ളരും. അയാളിവിടെ ഇല്ലാത്തപ്പോ പല കുറ്റം പറഞ്ഞതാ, അപ്പോൾ വന്നപ്പോ അയാൾ ആളായിട്ട് കൂടി സോപ്പിട്ട് ആളെങ്കട്ട് പുകഴ്ത്തിയിട്ട് ഇങ്ങനെയുണ്ട് കുറെ മനുഷ്യന്മാർ. അത് വല്ലാത്തൊരു അത്ഭുതം. അങ്ങനെ കുറെ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ നിഫാഖിന്റെ പണി എടുക്കണേ. ഇങ്ങോട്ട് കുറെ പറഞ്ഞു തരും, എന്നിട്ട് നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളിന്ന് കിട്ടണമൊക്കെ കിട്ടിയിട്ട് പോവുകയും ചെയ്യും. എന്നിട്ട് ആ മനുഷ്യൻ വന്നാൽ പിന്നെ അയാളാളാകുക. ഇങ്ങനെ ഒരു ലാഭിക്കുന്ന മനുഷ്യന്മാരുടെ സ്വഭാവം മോശമാണ്. ഒമൻ സഅമ അന്നല്ലാഹു തആല യുഹിബ്ബുഹു വല്ലവരുത്തനും അല്ലാഹു തആലാനെ ഇഷ്ടം വെക്കുന്നു എന്ന് വാദിച്ചാൽ എത്തരത്തിൽ വഹുവ ഈ അള്ളാഹിനെ ഇഷ്ടം വെക്കുന്ന ഇയാള് യഫ്റുളു ബി ഇറാദിന്നാസി ജനങ്ങളുടെ അഭിമാനം പിച്ചു ചിന്തുക എന്ന കാര്യത്തിൽ വിദഗ്ധന്മാരാണ്. അതിൽ അവർ സംഭവിച്ചിട്ട് അങ്ങനെ പറയും. എന്നിട്ട് അള്ളാഹിനെ ഇഷ്ടാന്നും പറയും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പണി അവർ ചെയ്യണത്. വഹുവ കാദിമുൻ അല്ലാഹു തആലാനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ വാക്ക് കളവാണവൻ. അവൻ കള്ളം പറയുന്നവനാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു ശൈത്താനുൻ അത് പിശാച്ചാണവൻ. ശൈത്താനു പിശാച്ച് അദുവുല്ലാഹി അള്ളാഹിന്റെ ശത്രുവാണല്ലോ. അപ്പൊ ശത്രുവിന്റെ പണിയാണ് ഇവർ എടുക്കുന്നത്, ശരിയല്ല എന്ന്. വകാന യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു മൻ അഖല ആഖിലു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ചിന്തിച്ചാല് എന്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മിൻ അഖൽ ആഖിലി ഒരു ബുദ്ധിയുള്ളവന്റെ ബുദ്ധിയിൽപ്പെട്ടതാണ് എന്ത് അല്ലാ യഗീറ അഹദൻ ബിദംബിൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ മോശമാക്കുക. അങ്ങനെ മോശമാക്കാതിരിക്കലാണ് ബുദ്ധി. ഫഇന്നഹു റുബ്ബമ അയ്യർത അഹദൻ അങ്ങനെയൊക്കെ അല്ലാ യുഅയ്യിറ നീക്കാറും തോന്നുന്നുണ്ട്. ഫഇന്നഹു റുബ്ബമ അയ്യർത അഹദൻ ബിദംബി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ആ തെറ്റുകൊണ്ട് ആ മനുഷ്യനെ വല്ലവരും നീ അയ്ബാക്കാൻ മെനക്കെട്ടാൽ ഫബുതുലീത ബിദാലിക ദംബി ബഅദ 20 സന അതേ തെറ്റ് നിന്നെ കൊണ്ട് ചെയ്ത് അള്ളാഹ് പരീക്ഷിപ്പിക്കും, നിന്നെ പരീക്ഷിക്കപ്പെടും 20 കൊല്ലം കഴിഞ്ഞിട്ട്. മനസ്സിലാകും? അതുവരെ എങ്ങനെ പോകും? അതേ തെറ്റ് നീ ആക്ഷേപിച്ച ഈ കുറ്റം നിന്നെ കൊണ്ട് തന്നെ അള്ളാഹ് ചെയ്യിപ്പിക്കുന്നു, അള്ളാഹ് പരീക്ഷിക്കും. നൗദുബില്ലാഹ് കാക്കട്ടെ. വഖദ് ബലഗന നിശ്ചയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്ന ഈസ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഈസ നബി അലൈഹി സ്വലാം പറയുന്നു. എന്താ പറയുന്നത് അറിയോ? ലാ തൻദുറു ഫീ ഉയൂബിന്നാസി ജനങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ നോക്കണ്ട. ഏതുപോലെയൊക്കെ അന്നക്കും അർബാബും നിങ്ങൾ വലിയ റബ്ബുകളും നേതാക്കന്മാരൊക്കെയാണ്, അതുപോലെ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. വൻദുറു ഫീ ഉയൂബിക്കും നിങ്ങളുടെ ന്യൂനത നോക്കിക്കോളെ. അന്നക്കും അബീദുൻ നിങ്ങളെ കാട്ടിമകളാണ്, റബ്ബ് വേറെയാണ്. മനസ്സിലായോ? ഫഇന്നന്നാസ കാരണം നിശ്ചയമായിട്ട് മനുഷ്യൻ റജുലാനി രണ്ടാളാണ്, ഒന്ന് മുബത്തല രണ്ട് മുആഫ. നല്ല സുഖം കിട്ടിയാൽ ഒന്ന് പരീക്ഷിക്കപ്പെട്ടു, ഇങ്ങനെ രണ്ടിലൊന്നേ ഉണ്ടാവുള്ളൂ. അത് ഫർഹമു അഹ്ലൽ ബലായി ആർക്കാണോ പരീക്ഷണം നേരിട്ടത് ആ പരീക്ഷണം നേരിട്ട ആൾക്കാരോട് കരുണ ചെയ്യ. ഉസ്കുറുല്ലാഹ അലൽ ആഫിയ ആഫിയത്ത് അല്ല തന്നല്ലോ, അതിന്റെ മേൽ എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തുക. ഇതാണ് ചെയ്യുന്നത്. വഖദ് കാനത്ത് റാബിയത്തുൽ അദവിയ്യ റഹിമഹുല്ലാഹു തആല തഖൂൽ മഹദി പറയുന്നു ഇന്നൽ അബ്ദ ഇദാ ദാക മഹബ്ബത്തല്ലാഹി തആല അല്ലാഹുവിനുള്ള ഇഷ്ടം പ്രേമം ഒരാൾ രുചിച്ചിട്ടുണ്ടെങ്കിൽ ഒരടിമ രുചിച്ചാൽ അത്റാഹു അലാ മസാവി അമലിഹി അവൻ ചെയ്ത തെറ്റെന്താണ്, അവന്റെ കർമ്മം ഏതാണ് മോശമായത്, അതിന്റെ മേൽ അള്ളാഹ് അവനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണ്
ഫശഅലഹു ബിക അൻ മസാവി ഇന്നാസി. അങ്ങനെ വരുമ്പോൾ ഈ ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ, അവർ ചെയ്ത കർമ്മത്തിന് തെറ്റുകൾ, അത്ര തെറ്റുകളെ കൊണ്ട് എന്താകും അവന് ജോലി മറ്റുള്ള ജനങ്ങളുടെ തെറ്റുകളെ തൊട്ട് ജോലിയാക്കും എന്നാണ്. ഫസൂലുഹു, അങ്ങനെയാണ്. ഫസൂലുഹു ബിക അൻ മസാവി ഇന്നാസി. അപ്പൊ ജനങ്ങളുടെ ന്യൂനതയെ തൊട്ട് അവന്റെ സ്വന്തം അങ്ങനെയല്ല കേക്കാനോ തിരുത്തുനിജാനോ. ഫസഅലഹു ബിഹ, അങ്ങനെ അല്ലാഹു തആല അവരെ ജോലിയാക്കും. ബിഹ, അവൻ ചെയ്ത കർമ്മത്തിന്റെ തെറ്റുകളെ കൊണ്ട്, അൻ മസാവിൻ നാസി, ജനങ്ങളുടെ തെറ്റിനെ തൊട്ട്. അപ്പൊ ജനങ്ങൾ തെറ്റ് നോക്കേണ്ട ആവശ്യം ഞാൻ വരൂല. ഇതാ റാബിയത്തുൽ അദവിയുടെ മറുപടി. ഇപ്പൊ കാന മുജാഹിദ് റഹ്മഹുല്ലാഹു തആല യഖൂൽ, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാ, ലോ ബഗിയ ജബൽ അലാ ജബൽ, ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിന് മേൽ വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ലഹദ്ദൽ ബായി മിൻഹുമ, ഈ രണ്ട് പർവ്വതത്തിൽ നിന്ന് ആക്രമിച്ച പർവ്വതം ഏതാണോ ആ പർവ്വതമാണ് അട്ടഹസിക്കുക. അപ്പൊ അങ്ങനെയാണ്, ഇതൊരു തത്വമാണ്. ആ തത്വം മനസ്സിലാക്കുക. കുൽത്തു, ഞാൻ പറയട്ടെ, ഷാരാരിമ പറയാം. ഒമിമ്മായി അത്യാവശ്യമായ ഒന്നിൽപ്പെട്ടതാണെന്ത് ആ തഫത്തുലു, ആ ഒന്നിനെ അവൻ ചിന്തിക്കല്. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട അത്യാവശ്യ കാര്യം എന്താ? ഇഹ്തിസാബുൽ അബ്ദി ബില്ലാഹി തആല, ഒരടിമ അള്ളാഹിനെ കൊണ്ട് കൂലി മോചിക്കലാണ് വേണ്ടത്. എന്തിന്റെ മേല്? അലാമൽ അലമു, ആരാണോ അവൻ ആക്രമിച്ചതെങ്കിൽ അവന്റെ മേൽ നേരെ കേടായിട്ട് അള്ളാഹിനോട് അവൻ കൂലി ചോദിക്കാറുണ്ട്. ഫഇന്നഹു യുഹ്രികു ബിദാലിക, കാരണം ഇവൻ അള്ളാഹുവിന് കൂലി കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ആക്രമിച്ചാണ് അപകടത്തിലായി, അവൻ പോയി. വഇന്നഹാദ, ഈ പറഞ്ഞ പരിപാടി അഅ്ലമു ബി അലാഖി, അവനെ നശിപ്പിക്കുന്നതിൽ ഏറ്റവും വണ്ണമായ കാര്യം ഇതാണ്. ദ്രോഹിച്ചില്ലേ, അത് പടച്ചോലേക്ക് വിട്ടിട്ട് ഇച്ചാര് കൂലി അള്ളാഹ് തന്നാ മതി എന്ന് പറയാം. ഈ മുഖാബലത്തിൽ ബഗി അലൈഹി, അവൻ ചെയ്ത അതേ നാണയത്തിൽ തിരിച്ച് അങ്ങോട്ടടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ലാഹിൽ നല്ലത് ഇതാണ് മഹാൻ പറഞ്ഞത്. ഇതാലോചിച്ച് നോക്കിയാൽ മതി.